മലയാള സിനിമയിൽ ഈ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന റോളുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ സിനിമയിലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്? ആണും പെണ്ണും സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ നടനും നടിയും തുല്യരാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ അവിടെ എന്തിനാ പ്രാധാന്യം? കഴിഞ്ഞ ദിവസം ഇവിടെ കാക്കനാട് രാത്രി നടന്ന വെളുപ്പിനെ ചവിട്ടിക്കുട്ടി നശിപ്പിച്ചു. ആരെയാ? 2 പിള്ളേരല്ലേ? അത് അതിക്രമമല്ലേ? ആ സ്ഥാനത്ത് 2 പെൺകുഞ്ഞുങ്ങളാണ് വന്ന് ചവിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇന്നിപ്പോ കത്തില്ലേ? അപ്പൊ എന്താ അവർക്ക് എന്താ വേദനിക്കില്ലേ? പ്രിയദർശന ബസ് കയറാറില്ല ആള്? ഞാൻ കയറത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബോയ്സ് തന്നെ ഇപ്പം എന്താ മെൻസിൽ തന്നെ ഒരുപാട് പേരുണ്ട്. വൈകല്യം വന്നവരും ജോലിക്ക് പോകാൻ പറ്റാത്തവരും ഒരുപാട് പേരുണ്ട്. സ്ത്രീകളിലും ഉണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് മാത്രം ഒരു ഇത് വെച്ചിട്ട് പുരുഷന്മാരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അത് വേണ്ട, കിട്ടതേ കിട്ടട്ടെ. ഹായ് ഹലോ, എല്ലാവർക്കും ചോയ്സ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. കരിമ്പടം എന്ന ചിത്രത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെടാം. വെൽക്കം. ഇപ്പൊ ഞാനായിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നില്ല, നിങ്ങൾ ഓരോരുത്തരായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തരിക. ആദ്യം എനിക്കൊന്ന് ആക്ട്രസിൽ നിന്ന് തുടങ്ങാം. എൻ്റെ പേര് തീർത്ഥ ഹരിദേവ്. അതിനകത്ത് ഹീറോയിനായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ പേര് ഹീറോ ആണ്, ഫിലിമിന്റെ റൈറ്ററാണ്, മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റുമാണ് ഈ സിനിമയുടെ തന്നെ. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ നായികയുടെ കൂട്ടുകാരിയായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ പേര് അംരാജ് ജലീൽ, എൻ്റെ ഡയറക്ടറാണ്. ജസൻ ജോസഫ് ഇതില് വേഷം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു. സിനിമ ഇറങ്ങുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. എന്താണ് ഈ കരിമ്പടത്തിന്റെ വിശേഷം? എന്താണ് ഈ ചിത്രം നമ്മളെ കാണിക്കുന്നത്? അത് ഞാൻ പറയണം. കരിമ്പട ഒരു മിസ്റ്റിക് ഫാന്റസി ത്രില്ലർ, റൊമാൻറ്റിക് ത്രില്ലറാണ്. ഒരു റിവെഞ്ച് സ്റ്റോറി പറയുന്നു. കുറച്ച് ഡാർക്കാണ്. പറഞ്ഞ കണക്ക് സെൻസറിൽ ഇഷ്യൂസ് വരാതിരിക്കാൻ നമ്മൾ ഇതിനകത്ത് കുറച്ച് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ലാസ്റ്റ്. ഇപ്പോൾ UA-16+ കിട്ടിയിട്ടുണ്ട്. പറയുന്നത് പ്രണയിനി ചതിക്കുമ്പോഴുള്ള വേദനയും മരണത്തെക്കാളും വേദനയാണ് എന്ന് കാണിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. മരണത്തിന് ശേഷം ഉള്ള നായകൻ്റെ പ്രതികാരം. പൊട്ടിക്കുകയല്ല, സസ്പെൻസ് പൊട്ടിക്കുകയല്ല, സ്പോയിലർ ആവുന്നതല്ല. അത് സ്പോയിലർ ആവില്ല. അതിനെക്കാട്ടി വലിയ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു കാസ്റ്റിംഗ് ഒക്കെ നിങ്ങളുടെ രണ്ടുപേരുടെ? എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്ത് ഡയറക്ടർ അംലാസ് സാറാണ്. പിന്നെ അനസിക്കായിരുന്നാലും അംലാസ് സാറായിരുന്നാലും ഞാൻ രണ്ടുപേരോടൊപ്പം മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു വെബ് സീരീസിൽ എൻ്റെ വില്ലനായിട്ട് വന്ന ഒരാളാണ്. എന്നെ ഒത്തിരി ഉപദ്രവിക്കുന്ന ഒരാളാണ്. എന്നിട്ട് പക്ഷെ എനിക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല നന്നായിട്ട്. ഷൂട്ടിങ്ങിനൊക്കെ നമ്മൾ ഒരുപാട് വെയിറ്റ് ആക്കി വിളിക്കും. മാഡം വന്നേന്നില്ല, വരാനൊക്കെ പാടായിരുന്നു. അല്ലേ, നമ്മളെ കുറെ വെയിറ്റ് ആക്കി വെച്ചിട്ട് അങ്ങനെ പ്രതികാരം ചെയ്തു. അപ്പൊ രണ്ടുപേരും എനിക്ക് അറിയാം, നേരിട്ട് രണ്ടുപേരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറ് ഞാൻ അഭിനയിച്ച വെബ് സീരീസിലും സാറ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ രണ്ടുപേരുമായിട്ടാണ് ചേർന്ന് എന്നെ ഇതിലോട്ട് വിളിച്ചത്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അതെ അതെ. അത് തീർച്ചയായും സെലക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നായികമാരെ ഒരുപാട് പേരെ നോക്കി. ഇങ്ങനെ വേണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ഇതിന്റെ സെൻട്രൽ ക്യാരക്ടർ വേണിയാണ്. അപ്പോൾ തീർച്ചയായും വേഷമാണ് സെൻട്രൽ. അപ്പം ഹീറോയെക്കാളും മേ ബി ഇമോഷണലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ അതാണ്. സ്ക്രീൻ പ്രസൻസ് അല്ല നോക്കേണ്ടത്. അപ്പം ഒരുപാട് പേരെ നോക്കിയിട്ട് ലാസ്റ്റ് വന്ന് ആക്ച്വലി അഭിനയിക്കുന്ന സമയത്ത് 17 വയസ്സല്ലേ? 17 വയസ്സ്. ഇപ്പൊ എത്ര? 30. അപ്പം 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആണ് ലാസ്റ്റ് പെർഫോമൻസ് കാണാം, അറിയാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് തീർത്ത്. സാർ, നമ്മുടെ ഈ മലയാളത്തിൽ ഇങ്ങനത്തെ ഉള്ള ഒരു സ്റ്റോറി ആയിട്ട് വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ സാറിന്റെ ഒരു സിനിമയിലേക്ക് എടുക്കാൻ ഒരു കാരണം എന്തായിരുന്നു? അല്ല, ഈ ഒരു ജേണർ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ്. കാര്യം സെൻസർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിടത്ത് ജേണർ ആദ്യമായിട്ടാണ് വരുന്നത്. കാര്യം 3 വർഷത്തോളം എടുത്ത് ഷൂട്ട് ചെയ്യാം. ഈ പോസ്റ്റാണ് പറയാം 3 മേക്ക് ഓവറാണ്. അപ്പം ആള് വണ്ണം വെക്കുക, വണ്ണം കുറയ്ക്കുക, അങ്ങനത്തെ ഒരു നല്ല
അതിൻ്റെ ആയിട്ടൊരു റിസ്ക്കും കാര്യങ്ങളും പടത്തിലുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രതീക്ഷ ആക്സിഡൻസ് ഡയറക്ടറിന്റെ വാഹനം ക്രാഷ് ആയിട്ട് ഒന്നും ആയില്ല, ബട്ട് ഒരു വണ്ടി ടോട്ടൽ ആയി, ജസ്റ്റ് മിസ്സാ. പിന്നെ കുറെ ആക്സിഡന്റ്, കൈ മൂക്കിന്റെ പാല അതേ അടിച്ചു പൊട്ടിച്ചതാ. അങ്ങനെ കുറെ അങ്ങനെ കുറച്ച് ഡിലേ വന്നു. പിന്നെ മേക്ക് ഓവറിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ട് അത്യാവശ്യം ഒരു നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു ഷൂട്ടും കാര്യങ്ങളും ഒക്കെ. എൻ്റെ ഒരു ഔട്ട്പുട്ട് കണ്ടപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടിയതിൻ്റെ ഒരു ഗുണം ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്. അത് വേറെ കോമഡി ഉണ്ട്. ഞാനെങ്ങനെയെങ്കിലും എനിക്ക് ഡയറ്റ് ചെയ്ത് തടി കുറയ്ക്കാൻ വലിയ പാടാം. ഞാനിങ്ങനെ കുറച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ മാച്ച് ആവണ്ടല്ലേ, അപ്പം മാച്ച് ആവുമ്പോൾ കുറച്ച് വരുമ്പോഴത്തേക്ക് തീർത്ത് ഒരു 8-10 കിലോ തീർത്തേയും കുറയ്ക്കും. ഇതുവരെ അത് കുറച്ചില്ലെങ്കിൽ 3 വർഷം എന്നിട്ട് എന്തെങ്കിലും ക്ലാഷ് വരും. അങ്ങനെ വന്ന് കുറേ ഡിലേസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ആക്സിഡൻസ്, പിന്നെ പടത്തിൻ്റെ ഫൈറ്റിൻ്റെ ചിത്രീകരണത്തിൽ നടന്നിട്ടുള്ളതോ പ്രശ്നം. പിന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന മെയിൻ റീസൺ ഇതാണ്, ഈ മേക്ക് ഓവർ തന്നെയാണ്. വണ്ണം കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെയുള്ള ഒരു സംഭവം അത് തന്നെയായിരുന്നു ഇരിക്കുന്നത്. ഇതിലെ മെയിൻ വില്ലൻ വേഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വില്ലനായിട്ട് അഭിനയിച്ചതിൽ ഇവരുടെ കൂടെ നമ്മുടെ പിള്ളേരല്ലേ. ഞാന് 19 ഡയറക്ട് ചെയ്ത എന്റെ സിനിമയിലെ നായകനായിരുന്നു എന്റെ ഫസ്റ്റ് കലിപ്പ് മൂവി, അതിലായിരുന്നു. അപ്പോ അതിലെ മ്യൂസിക്കും അനസാണ് ചെയ്തിരിക്കുന്നത്, കലിപ്പിന്റെ മ്യൂസിക്. അപ്പം അദ്ദേഹം അതിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ എഴുത്ത് എനിക്കിഷ്ടമാണ്. ഞാനൊരു എഴുത്തുകാരനാണ്, പക്ഷെ എനിക്കിഷ്ടമാണ് അനസിൻ്റെ എഴുത്ത്. അപ്പം പുള്ളി ഒരു തിരക്കഥ എഴുതി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുതലാണ്. കാരണം എന്തെങ്കിലും ഒരു വട്ടായിരിക്കും എന്ന് എനിക്കറിയാം. സ്വാഭാവികമായിട്ടുള്ളൊരു എഴുത്തായിരിക്കില്ലെന്ന് എനിക്ക് നന്നായി വട്ടായിരിക്കും. അപ്പോൾ സ്ക്രിപ്റ്റ് അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പടം മനസ്സിൽ പ്ലാനുണ്ട്, ഇങ്ങനെ ചെയ്യാനാണ്. അപ്പൊ അമ്ലുവാണ് പുള്ളിയുടെ ബ്രദറാണ്, അനസിന്റെ ചേട്ടനാണ്. അപ്പോ അദ്ദേഹം ഷോർട്ട് മൂവി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മൂവികൾ കണ്ടറിയാം. വ്യത്യസ്തമായ ഒരു കഥ പറച്ചിൽ രീതിയാണ് അദ്ദേഹത്തിന്. ആ വ്യത്യസ്തത എനിക്കിഷ്ടമാണ് അമ്ലുവിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ വ്യത്യസ്തത എനിക്കിഷ്ടമാണ്. ഈ രണ്ടെണ്ണം കൂടി ചേർന്ന് എങ്ങനെയായിരിക്കും എനിക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോ കഥ പറഞ്ഞു, കഥ കേട്ട് കഴിഞ്ഞപ്പോ ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിലെ ഞാൻ ചെയ്ത ഇതില് വേഷം. അപ്പൊ ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് വന്ന ആളാണ്, നാടക നടനായിരുന്നു. പിന്നെയാണ് പൂർണ്ണമായി സിനിമയിൽ വരുന്നത് 2016 മുതലാണ്. അപ്പം മൊത്തം 31 കൊല്ലത്തിന്റെ ഈ യാത്രയിൽ ഒരുപാട് കഥകൾ കേൾക്കുകയും നമ്മൾ തമ്മിലൊരു 3 വയസ്സിന് വ്യത്യാസമില്ല, 58 അപ്പോ ആ യാത്രയില് ഒരുപാട് നമ്മൾ കഥ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഥ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതില് വ്യത്യസ്തത നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അപ്പൊ ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഇഷ്ടപ്പെട്ട ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന സാധനമാണല്ലോ നമ്മൾ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അതിനെ ചൂസ് ചെയ്യുക. അത് പ്ലെയിനായിട്ട് ചെയ്യാനാണെങ്കിൽ ചെയ്തിട്ട് പോകാം, അതൊരു കാര്യമില്ല. അപ്പൊ ഈ കഥാപാത്രം അദ്ദേഹം പറയുമ്പോൾ രണ്ടാളും അതിന്റെ ആ സ്വഭാവം പറഞ്ഞു തരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ടല്ലോ, ഇതില് ആ ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കാനുണ്ടല്ലോ എന്ന് തോന്നുന്നിടത്താണ് നമുക്കത് പൂർണ്ണമായും അർപ്പിച്ച് ചെയ്യാൻ കഴിയുക. അല്ലാതെ ഒരു സിനിമയിലൊരു വേഷം കേട്ടോ ചെയ്യാം എന്ന് പറഞ്ഞ് പോയി ചെയ്തെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സിനിമകൾ നമുക്ക് നമ്മുടെ സൗഹൃദ വലയത്തിൽ ഉള്ളിൽ എത്രയോ പടങ്ങൾ ചെയ്യാം, അത് കാര്യമില്ല. അങ്ങനെ ശക്തമായ ഒരു കഥാപാത്രം, അല്ലെ ശക്തനായ ഒരു ഇമേജ് ഉള്ള ടൈപ്പ് ഒരു സാധനം, അതിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിനിമയാണ്. അതിന്റെ കഥ നമ്മ അതിനകത്തിട്ട് കയറി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെ ആ ജേർണലിലുള്ള ഒരു പടം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, തിയേറ്ററിൽ പോയി തമാശ രീതിയിൽ പോയിരുന്ന് കബഡിയും കുറിച്ച് ഇങ്ങനെ ടൈം അങ്ങനെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പടം മനസ്സിലാക്കൽ ഇത്തിരി പാടായിരിക്കും. അപ്പൊ സിനിമ കാണുന്ന 2.5 മണിക്കൂർ 3 മണിക്കൂറോളം ഉണ്ടായിരുന്നില്ലേ സിനിമ? അത് മാത്രമല്ല സാറിന്റെ ഉൾപ്പെടെ നമുക്ക് സർട്ടിഫിക്കറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് വയലൻസ് കൂടുതലുള്ള ഏരിയ വന്നപ്പം സർട്ടിഫിക്കറ്റിൽ വ്യത്യാസം വരുന്നത്. അത് മൊറാലിറ്റി ഇല്ല, മോറൽ കോഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം പലരും മാർക്കോയെക്കാളും മുകളിലോട്ടായിരുന്നു സംഭവങ്ങൾ തന്നിരുന്നത്. അതെല്ലാം ആ സീനുകളെല്ലാം ഒഴിവാക്കേണ്ടി വന്നു. ഒരുപാട് ടൈം എടുത്ത് ചെയ്ത ഷൂട്ടുകളായിരുന്നു അതൊക്കെ. അതിന്റെ ആവശ്യമില്ല, ഇമോഷണലി ഭീകരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. പിന്നെ അതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാലും ഡയറക്ടർ ഭയങ്കര വിഷമായിരുന്നു മാറ്റിയപ്പോൾ. എന്തായാലും കാര്യം എല്ലാ ഓഡിയൻസും കാണണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അത് കാണുന്നവര് അത് ചെയ്യാനെടുത്ത എഫർട്ട് ഭീകരം.
അത് മനസ്സിലാക്കിയേ പറ്റും. കാരണം എല്ലാം ഈ ഫൈറ്റൊക്കെ തന്നെ അത്യാവശ്യം റിയലാണ്. അപ്പം എനിക്ക് ഞാൻ 8 ദിവസം ആശുപത്രി കിടന്നു, ഇവരെല്ലാം കൂടെ അടിച്ചിട്ട് മുതുകെല്ലാം അടിച്ചു നല്ല കിട്ടി. ഒരു സീനിലും കണ്ട് തിരിച്ചടിക്കണേ ഉള്ളൂ, അത് നല്ല കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഫുൾ നല്ല ഈ പടത്തിലെ ലൊക്കേഷൻ നമ്മൾ സാധാരണ കാണുന്ന തരത്തിലുള്ള ഒരു പശ്ചാത്തലമല്ല ഈ സിനിമയിലെ ലൊക്കേഷൻ. കുറച്ച് സിനിമ ഡാർക്കാണ്, ഈ പോസ്റ്റർ കാണാൻ പറയല്ല, എല്ലാം ഡാർക്ക്. സിനിമ ഒരു ഡാർക്ക് കൂടെ. അപ്പൊ ആ വല്ലാണ്ട് ഹൈ റേഞ്ച് മാത്രല്ല, ഈ എന്താ പറയാ ആറാനേര അങ്ങനെ പല സ്ഥലത്ത് യൂണിറ്റ് കൊണ്ട് പോലും പോകാൻ പറ്റാത്ത ഏരിയ അല്ല. നായി ഉൾപ്പെടെ ട്രൈപ്പോഡൊക്കെ ചുമന്ന പല സ്ഥലത്തും പോയിട്ട് ഷൂട്ട് ചെയ്ത് എല്ലാ പണിയല്ലായിരുന്നു. ലോഡിങ്ങിനൊക്കെ പോവാം. 10-20 വർഷമായിട്ട് അടച്ചിട്ടേക്കുന്ന ഒരു അറ, അതിനകത്ത് കറക്റ്റ് ഒറിജിനൽ ആട്ടം ചെയ്തല്ല, ഒറിജിനൽ സംഭവത്തിൽ അകത്ത് ബ്രീത്ത് കിട്ടാതെ ബോധം കിട്ടി വീണ് ഷൂട്ട് നടന്നു. ഫെയിൻ്റായി വീണ ആള്. ഞങ്ങളൊരു അഭിനയാണ്, കുറച്ചേരം അനക്കമില്ലാന്നപ്പോഴാണ് മനസ്സിലായത്. ആള് ഫെയിൻ്റായിട്ട് വീണു റിയൽ ആയിട്ട്. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം നമ്മള് ഓക്സിജൻ ഇല്ല അതിനകത്ത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോയി രണ്ടും കൂടെ കണ്ടുപിടിച്ചൊക്കെ ചെയ്ത് വെച്ച് അല്ല, ഇന്ന സ്ഥലങ്ങളെല്ലാം ചീറ്റ് ചെയ്തായിരുന്നു. സേഫ് ആക്കി. ശരിക്കും അങ്ങനെ സ്ഥലം റിയൽ ആയിട്ടില്ല. സാറിന് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് പിടിച്ചിട്ടില്ലേ? കാരണം അറക്കി പുറത്ത് ആണ് ഞങ്ങളുടെ ആ ഒരു ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള ഒരു സീക്വൻസ്. ശരി പ്രശ്നമാണത് ആ സാധനം. അപ്പൊ അത് പ്രശ്നമില്ല. മലയാള സിനിമയിലൊരു വെറൈറ്റി വില്ലൻ, അത് ഹീറോയെക്കാളും ഡബിളിന് മേളില് ഒരു വില്ലന ഷെയ്ഡ് വന്നിരിക്കുന്നത്. അത്രയ്ക്ക് ഒരു സൈക്കോ സംഭവം, സൈക്കിക് പാരനായിട്ട്. പുള്ളി അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഭീകര രസമാണ് എഴുത്തിലൂടെ. പിന്നെ അത് വിഷ്വൽ പെർഫോം ചെയ്തിരിക്കുന്ന നായകനായിട്ട് തന്നെയാണ്, ഒരു സാധാരണ സ്വഭാവത്തിലുള്ള വില്ലത്തരം. അത് ഈ മാർക്കോയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇനി നമ്മുടെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ മാർക്കോ ഇറങ്ങിയതിനു ശേഷം വില്ലന്മാരെ ഒരുപാട് ഒരു ക്യാരക്ടർ കൊടുത്ത് വരുന്ന ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ സിനിമയിലാണെങ്കിലും അതിലും ഒരുപാടുള്ള ഫൈറ്റ് സീൻസും ബ്ലഡ് സീൻസും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ സാർ ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇതിനകത്ത് വില്ലൻ എന്നല്ല, നമ്മൾ സാധാരണ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ചില സമയത്തും വില്ലത്തരം കാണിക്കുമല്ലോ, പക്ഷെ അത് പുറമെ നോക്കുമ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് നിൽക്കും. അതുപോലെയാണ് ഈ ക്യാരക്ടർ. നോർമൽ നോക്കുമ്പോൾ ഒരു സാധാരണ സാധു മനുഷ്യൻ, പക്ഷെ ആണ്ട് ഉള്ളിലെ വില്ലത്തരമാണ്. റിയൽ ലൈഫിലും അതല്ലേ. ഇപ്പൊ ഒരുപാട് കള്ളത്തരം കാണിക്കുന്നവർ അവരുടെ വീട്ടിൽ ചെന്ന് മക്കളെടുത്തും കൊള്ളത്തരം എടുക്കും ഇല്ല. അവരവരുടെ ഫാമിലി അവരവരുടെ സ്പേസിൽ അവർ നായകൻ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അവരവരുടെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് അത് ഇതിനകത്ത് ചെയ്ത് വരുന്ന കഥാപാത്രങ്ങൾ അവരവരുടെ സാഹചര്യവശാൽ ഈ ഫിലിമിന്റെ യാത്രയിൽ എൻ്റെ സ്ക്രിപ്റ്റിൽ ഈ പറഞ്ഞ വില്ലനായി മാറുന്നില്ല. എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ ഉപയോഗിക്കുന്നത്. ഒരൊറ്റ വന്നിങ്ങനെ ഭയങ്കര ഓവർ മസിൽ പിടിക്കുന്ന അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല. ബട്ട് ലിറ്ററലി ഇവർ ചെയ്യുന്ന ഭീകര, അതായത് ഉദാഹരണത്തിന് ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ടൈഗർ ഷാൻ, സലീം രാഘവ് എന്ന് പറഞ്ഞ സാറിൻ്റെ താഴെയുള്ള 2 വില്ലന്മാർ വെറൈറ്റി. അതിനകത്ത് സനോജ് നടയിൽ എന്ന് പറഞ്ഞ ഒരു കൈയില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് അപകടത്തിൽ കൈ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ ഒരുപാട് പേര് സിനിമയിൽ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് കൊടുക്കുന്ന വേഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞു കൈയില്ലാത്തവൻ, വികലാംഗൻ, അങ്ങനെ ഒരു സെന്റി അടിക്കണം. അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന വേഷം കേൾക്കണം. ഏറ്റവും ബ്രൂട്ടൽ വില്ലൻ. സാധാരണ ഈ ഗ്യാങ്ങിലെ പുള്ളിയുടെ ഏറ്റവും ബ്രൂട്ടലിറ്റി കാണിക്കുന്ന ആള്. അദ്ദേഹത്തിന്റെ കൂടെ ടൈഗർ ഷാൻ, ഈ സലീം രാഘവ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അദ്ദേഹം. അതേപോലെ ടൈഗർ ഷാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറും ഇതേപോലെ വെച്ചാൽ ഒരു ഡെഡ് ബോഡിയുടെ അകത്തും അടുത്ത് കിടന്നും അവരെ ഫൈറ്റ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ് വെച്ചാൽ അങ്ങനെ വില്ലന്മാർ തന്നെ പല ഷെയ്ഡുകളിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട് ആ എഴുത്തിൽ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇപ്പൊ ഞാനതിൽ ഓക്കെ വില്ലൻ വേഷം എന്ന് നമുക്ക് പറയാം. പക്ഷെ എങ്കിലും ആ കഥാപാത്രം ഇപ്പൊ അത് ഞങ്ങൾ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ 2 തുലനത്തിൽ നിൽക്കുന്ന, പക്ഷെ ഈ കഥയിലേക്ക് വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം ഒരു ഐഡന്റിറ്റി ഉണ്ട് എല്ലാവർക്കും. അവർ പോലും ഹ്യൂമർ ഉണ്ട് ചെയ്യുന്നുണ്ട്. അവർക്കും ഹ്യൂമർ സെഗ്മെന്റ്സ് ഉണ്ട്. അല്ലാതെ വെറും ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ വർക്കാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പോയത്. ഈ വില്ലന്മാരുടെ കാര്യം മാറി നമ്മൾ മലയാള സിനിമയില് ഈ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന റോളുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ സിനിമയിലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്? പടത്തില് ഞാൻ പറയല്ലേ, ഈ ഇടയ്ക്കിറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വിമൻസിനെതിരെ ഉള്ള കാർഡ് വെച്ചിട്ടുള്ള വയലൻസ് കാർഡ് വെച്ചിട്ടുള്ള പടം നമ്മളായിരിക്കും. അതും സ്ത്രീ വിരുദ്ധത എന്നല്ല അർത്ഥം. ഈ പറഞ്ഞ അത്രയും ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ വേണി എന്ന് പറയുന്ന ക്യാരക്ടറിനുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ കാർഡ് വെച്ചുവെങ്കിലും നമ്മൾ ഫിലിമിൻ്റെ 99% ഇതൊരു സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഒരു പടമാണെന്ന് നമ്മൾ പറയാനും സാധ്യതയുണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കുന്നവർക്ക്, അതായത് ഒന്ന് റീതിങ്ക് ചെയ്യുക അല്ലെങ്കിൽ സെക്കൻഡ് ടൈം വാച്ച് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അത് ജസ്റ്റിഫൈ ചെയ്യും. ആ ഒരു ആരോപണം ജസ്റ്റിഫൈ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒന്ന് പറയട്ടെ, നിത്യ പറ്റി വെച്ച് എന്താണ് സ്ത്രീകൾക്ക്
നമ്മുടെ സിനിമയിലും നല്ലൊരു കഥാപാത്രമായിട്ടാണോ അല്ലല്ല കൊടുത്തത്? അതല്ല ആദ്യം ചോദിച്ചത് നിത്യ അതല്ല ചോദിച്ചത്. മലയാള സിനിമയില് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കുറച്ചും കൂടി റോള് പ്രാധാന്യം അതാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ ഒന്നുകൂടെ നോക്കും. ഇല്ല, പ്രാധാന്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്തിനാണ് ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് പ്രാധാന്യം എന്തിനാണ്? പ്രാധാന്യം ഒന്നും എടുത്തു പറയുന്നത് എന്തിനാണ്? തുല്യതാണ് പിന്നെ എന്തിനാ പ്രാധാന്യം എന്ന് പറയണേ? ആണും പെണ്ണും സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ നടനും നടിയും തുല്യരാണ് എന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ അവിടെ എന്തിനാ പ്രാധാന്യം? ഇപ്പൊ നമ്മൾ ഏതൊരു സിനിമ എടുത്താലും നടൻ കഴിഞ്ഞിട്ടേ നടി എന്തിന്? അങ്ങനെ നമ്മൾ എല്ലാവരും പറയാറുള്ളൂ. അല്ല, അതിന് ഇത് ഈ കരിമ്പടം ഉത്തരവാണ്. ഈ ഫിലിമിലെ നായകനെ അല്ല ഓർത്തിരിക്കുക, പടം കഴിഞ്ഞ ആ വേണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഓർത്ത് നെഞ്ചു പൊട്ടിയ ആളുകൾ ഇറങ്ങത്തുള്ളൂ. അത് നമ്മുടെ ഈ സബ്ജക്ട് അങ്ങനെയാണ്. അതേപോലെ ഞാൻ ചോദിക്കുന്നത് കോമണായിട്ട് എന്തിന് പ്രാധാന്യം എന്നുള്ള വാക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു? പുരുഷനിൽ നിന്നും രക്ഷപ്പെടാനാണോ? ഈക്വലാണോ? ഒരു അല്ലല്ലോ, അതാണ് ചോയ്സിനകത്ത് അരുൺ പ്രാധാന്യം നിങ്ങൾക്ക് തരാറുണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മുടെ തൊഴിലെടുത്ത് നമ്മൾ സേഫ് ആണോ? എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എല്ലായിടത്തും ആണോ? ഇതൊക്കെ ഇത് ഒരു വിഭാഗം വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പുലാപ്പുണ്ടാകണ്ടേ? ആ പുലാപ്പിന് വേണ്ടിട്ട് ആക്കുന്നതാണ്. സത്യത്തെ അങ്ങനെയൊന്നുമില്ല. കഴിവുണ്ടോ? നിത്യക്ക് കഴിവുള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കണേ? ആണോ? നിത്യക്ക് കഴിവുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ആങ്കറിലായിരുന്നു, കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ലേഡീസിനാണ് അല്ലേ? അതെ, ആങ്കർ ഫീൽഡില് ലേഡീസ് ആളുകൾ അവിടെ എത്തണമെങ്കിൽ കഷ്ടപ്പാടാം. അപ്പൊ ഈക്വൽ അല്ല, നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. സിനിമയിലെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ അല്ലാതെ പറയുന്ന കണക്ക് ആണുങ്ങളെ തല്ലുമ്പോഴും ആണുങ്ങളെ ശിക്ഷിക്കാൻ തല്ലുന്ന നമുക്കൊരു സംശയമാണ്. എതിരെ വയലൻസിന്റെ കാർഡ് വെക്കാൻ പറ. അപ്പൊ ഞാൻ ഇപ്പൊ ആണുങ്ങൾ നമ്മൾ ഒരുപാട് അടിക്കണല്ലോ, അതിന്റെ കാർഡ് വെച്ച് വിടാത്ത എന്താ? അതെ, എന്റെ ലാസ്റ്റ് ഇറങ്ങിയ പടം റാസയാണ്. എന്റെ ലാസ്റ്റ് ഇറങ്ങിയ പടം ഞാൻ അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ഏതൊരു വ്യക്തിക്ക് നേരെയുള്ള അതിക്രമവും നേരിട്ടുണ്ടാകും പാടില്ല. ഹ്യൂമൻ മൊത്തത്തിലാണ് ഞാൻ പറയാം. ആണും പെണ്ണും വേർതിരിവില്ലാതെ നമ്മ മനുഷ്യനാണോ? ആരെയും തല്ലണ്ട. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ കളമശ്ശേരിയിൽ നടന്ന സംഭവം, കളമശ്ശേരി അല്ലേ, നമ്മുടെ കാക്കനാട് നടന്ന രാത്രി നടന്ന വെളുപ്പിനെ ചവിട്ടിക്കുട്ടി നശിപ്പിച്ചില്ലേ? ആരെയാ? 2 പിള്ളേരല്ലേ? അത് അതിക്രമമല്ലേ? അല്ലേ? ആ സ്ഥാനത്ത് 2 പെൺകൊച്ചുങ്ങളാണ് വന്ന് ചവിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ കത്തില്ലേ? നാഷണൽ ന്യൂസ് അല്ലേ? അപ്പൊ എന്താ അവർക്ക് എന്താ വേദനിക്കില്ലേ? പ്രിവിലേജ് ആണുങ്ങൾക്കാണോ കൂടുതൽ? നേരത്തെ ഇന്റർവ്യൂ ചോദിക്കാം, എന്താണ് ഈക്വാലിറ്റി അല്ലേ വേണ്ട? പ്രിയദർശന ബസ് കയറാറില്ല ആള്. ഞാൻ കയറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബോയ്സ് തന്നെ ഇപ്പം എന്താ മെൻസിൽ തന്നെ ഒരുപാട് പേരുണ്ട്, വൈകല്യം വന്നവരും ജോലിക്ക് പോകാൻ പറ്റാത്തവരും ഒരുപാട് പേരുണ്ട്. സ്ത്രീകളിലും ഉണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് മാത്രം ഒരു ഇത് വെച്ചിട്ട് പുരുഷന്മാരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അതെന്ന് പറഞ്ഞാ ഭയങ്കര എന്താ പറയുന്നത്? അതെ, അതായത് ഒരു പെണ്ണിന് സംവരണം കൊടുക്കുന്ന അർത്ഥം അവരെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഞാൻ തരയണം, ഒരു പ്രിവിലേജ് തരയണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു പടി, അതായത് പെണ്ണിന് ഒരു പടി താഴെ നടന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നു മേധാവിത്വം, റിസർവേഷൻ വെക്കുന്നു. അപ്പൊ നിങ്ങൾ പെണ്ണിനെ എന്ത് പറഞ്ഞു? അത് വേണ്ട, ജെൻഡറിനെ റിസർവേഷനിൽ വെക്കുക. ഒരു ജെൻഡറിനെയാണ് റിസർവേഷൻ വെക്കുന്നത്. അത് ഭയങ്കര മോശമല്ലേ? അത് എത്ര മോശം. പക്ഷെ അതേസമയം വേറെ കാര്യം ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് പരിപൂർണമായി കൊടുക്കാം. ആണ് പെണ്ണും വിദ്യാർത്ഥി ബസ്സിൽ കയറുമ്പോഴത്തേക്ക് രണ്ടൊരു കാഴ്ചയാണ്. അതായത് ബസ്സിൽ കയറുമ്പോൾ കൊച്ചു മക്കള്, ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് ഫ്രീ, ആ കുഞ്ഞിനും കൊടുത്തൂടെ ഫ്രീ ആയിട്ട്? അല്ല, ട്രാൻസ്പോർട്ടിലുണ്ടല്ലോ. പ്ലസ് ടു വരെയുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. പ്ലസ് ടു വരെയുള്ളവർ കൊടുക്കുന്നുണ്ട്. അല്ല, അത് ഇപ്പൊ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ 6 മണി വരെ ഉള്ള കൺസെഷൻ. അപ്പം 6 മണിക്ക് ശേഷം കയറിയ പെൺകുട്ടികൾക്ക് 0 ടിക്കറ്റ് അടിച്ചു കൊടുത്ത്. അപ്പം ആ കണ്ടക്ടറിന് പറഞ്ഞൊരു കാര്യം, വിഷമം തോന്നുന്നു ആ പ്രായത്തുള്ള ആൺപിള്ളേർക്ക് ടിക്കറ്റ് കാശ് കൊടുത്തവർ. ആ കണ്ടക്ടർ പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് തന്നെ വിഷമം തോന്നിയത്. ശരിക്കും സ്ത്രീകള് കരുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അത് പറയാൻ കപ്പാസിറ്റി ഉള്ളൊരു നാളിനാണ് വന്നത്. ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് കയറുന്ന തീർച്ചയായിട്ടും ഇന്റർവ്യൂസ് ഇത് കണ്ടിട്ടുണ്ടോ?
അതിപ്പോൾ ഈ ഇടയ്ക്ക് വൈറലായ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? പുള്ളിക്കാരി ചെയ്യുന്ന പ്രൊഫഷൻ ഒന്ന് പറയാം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ജ്യൂസിൻ്റെ ഞാനും അമ്മയും കൂടി തുടങ്ങിയ സ്റ്റാർട്ടപ്പാ. പക്ഷെ അമ്മയ്ക്ക് യൂട്രസിൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോൾ അത് ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അഴീക്ക് ബീച്ച് ഉണ്ട്, കൊല്ലം അഴീക്ക് ബീച്ച്. അവിടെ കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് സെല് ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും രാത്രി 10:30 വരെ ബീച്ചിൽ നിൽക്കുന്നു. എനിക്ക് പേടിയില്ല, കാരണം എനിക്കറിയാം എൻ്റെ ഉള്ളൊരു കരുത്തുണ്ട്. ആരെന്നെ എന്ത് ചെയ്യാൻ വന്നാലും. ഒരുപാട് പെൺകുട്ടികളുണ്ട്. സ്ട്രോക്ക് വന്നപ്പോഴാണ് ഇറങ്ങുക. അതുവരയ്ക്കും ഒരു എന്താ പറയാ ഒരു ഡമ്മിക്കുട്ടിയായിരുന്നു. പപ്പയ്ക്ക് സ്ട്രോക്ക് കയറി സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് ആ പവർ കയറി. ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും നല്ല അവസ്ഥ തീർച്ചയായിട്ടും. ഒരിക്കലും നമ്മൾ പെൺപിള്ളേർ മാറി നിൽക്കരുത്. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ അടിച്ചതാക്കാൻ നോക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത്രയും വലിയൊരു സ്ഥാനം വേണം. എന്തിനാ സ്ഥാനം? രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ പിന്നെ അതിന് സ്ഥാനത്തിന് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലേ? അങ്ങനെ മാറിയിരിക്കുന്നൊന്നുമില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ആ ക്വസ്റ്റ്യൻ പോയി കേട്ടാ. ഈ സിനിമയില് എനിക്ക് തോന്നുന്നു എന്താണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു തീം എന്താണ്? വില്ലനാണോ അതോ ഒരു പ്രണയ നൈരാശ്യം പോലെ? ഏറ്റവും മൈൻഡ് ഫിലിം കണ്ടിറങ്ങുമ്പോഴത്തേക്ക് നിൽക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെ ക്യാരക്ടർ, ഗബ്രിയൽ എന്ന് പറഞ്ഞ ഞാൻ ചെയ്ത ക്യാരക്ടർ, ഈ പറഞ്ഞ വേണി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പ്രണയം, അവർക്ക് ഒന്നിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പെയിൻ സസ്റ്റെയിൻ ചെയ്യും. പ്ലസ് റിവെഞ്ച് വന്നേക്കുന്ന ആ ഏരിയാസിൻ്റെ ഒരു മാഡ്നെസ്. ഒരു ഫിലിം കണ്ടിറങ്ങുന്ന ഒരു പക്ഷേ ഒരു 5 മിനിറ്റ്സോളം ആ മാഡ്നെസ്സും ആ ലവും കൂടെ മൈൻഡിൽ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. ലവ്, ബിട്രയൽ, റിവെഞ്ച് ആൻഡ് ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ വേദന, പെയിൻ. ഇത് ഒറ്റവാക്കി പറഞ്ഞ ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി അത് വേറൊരു രീതിയിൽ ഒരു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മള് മലയാള സിനിമയിൽ ഇതുപോലത്തെ പ്രണയം, പ്രണയ നൈരാശ്യം ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇത് പ്രണയ നൈരാശ്യം നല്ല കന്നഡയിലോ തെലുങ്കിലോ വേറെ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ഭീകര എക്സ്ട്രോസിറ്റിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓവർ ഇതാക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഓവർ ആക്കിയിട്ടില്ല. ഇപ്പം ഈ പറഞ്ഞ ഓവറായി നിന്നത് ആക്ച്വലി ഈ ബ്ലഡ്, ഈ പറഞ്ഞ ഫ്ലഷ് ആൻഡ് ഈ സംഭവങ്ങൾ കുറച്ച് മൈൻഡ് കയ്യിൽ നിന്ന് പോകും. അമ്മാതിരി ഒരു സംഭവമുണ്ട്. അത് പ്രത്യേകിച്ചും ഒരു ക്യാരക്ടർ നമ്മൾ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ജനങ്ങൾ അത് ഇഷ്ടപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അതിന് ഇപ്പൊ ഏതാണ് പിതാമഹൻ അല്ലേ, പിതാമഹനിലെ സൂര്യയുടെ ആ ഒരു ഇല്ലേ ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ അതിനെക്കാട്ടി ഒരുപാട് മുകളിൽ വന്നു സാധനം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ജെൻസീസിനായാലും എല്ലാവർക്കും ഒരുപോലെ കണ്ടിട്ട് ഇപ്പൊ പ്രിവ്യൂ കണ്ട ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അത്രയ്ക്ക് അടിപൊളി ഒരു ഇതാ. എല്ലാവരുടെയും മനസ്സിലിരിക്കും ഈ ഒരു ഇത്, ആ ഒരു പെയിൻ എല്ലാവരുടെയും ഉള്ളിൽ തട്ടിയിട്ടായിരിക്കും ആ ഒരു ഇത് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് മറക്കത്തില്ല. ഫസ്റ്റ് സിനിമയായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എനിക്ക് അറിയാന്നുള്ള ആൾക്കാരെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഫണ്ണി ആയിരുന്നു. ഈ ഒരു ഫിലിം ഒന്നും ഭയങ്കര സീരിയസ് ഒരു ഫിലിമാണ്, റൊമാൻറ്റിക് ഫിലിമാണ്, എല്ലാം ഉണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ലൊക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ചിരി തുടങ്ങിയ നൃത്തത്തില്ല, ഭയങ്കര ഫണ്ണി ആയിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത നൃത്തത്തില്ല, ഷൂട്ട് സ്റ്റോപ്പ് ചെയ്യണം, കുറച്ച് കഴിഞ്ഞ് വീണ്ടും. എല്ലാവരും നല്ല മിങ്കിളാണ്, എല്ലാവർക്കും ആർക്കും ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എൻ്റെ ഫസ്റ്റ് മൂവിയാ, പക്ഷെ എനിക്ക് ആ ഒരു ഇത് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് പേടി, ക്യാമറ, ഇത്രയും ക്രൂ മെമ്പേഴ്സ് ഇവരുടെ മുമ്പേ ചാറ്റ് ചെയ്യണം, അതും അത്രയും സീരിയസ് റോളാ. അപ്പൊ അത് നായിക ട്രൈപോഡും എല്ലാരും ഒന്നിച്ച് ജോലി ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് ഇപ്പം നമ്മളൊരു സീരിയസ് റോളാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെതായുള്ള ഒരു പ്രഷർ കാര്യങ്ങൾ അതൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡയറക്ടർ തൊട്ട് ആരും ആയിക്കോട്ടെ എല്ലാരും നമ്മൾ അത്രയും കംഫോർട്ടാക്കി ആ ഒരു സോണിൽ നിർത്തിക്കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട്? ഡയറക്ടറോ എല്ലാരും എന്ത് പ്രതീക്ഷയോടെ സിനിമ കാണാൻ വരണം, ഇറങ്ങി കഴിഞ്ഞിട്ട് ആവശ്യമില്ലാതെ അന്നോ അതിന് വിറ്റൊന്നും പറയരുതാരും. ടിക്കറ്റ് എടുത്ത് പടത്തിന് കയറും, പടത്തിന് റിവ്യൂ എന്തായാലും പറഞ്ഞ് മിണ്ടാണ്ടിരിക്കാനൊന്നും ആർക്കും പറ്റൂലല്ലോ. അവര് പൈസ കൊടുത്ത് സിനിമ കാണാൻ വരുമ്പോ അത് കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും കൊള്ളില്ല
കൊള്ളാം എന്ന് പറയാൻ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയാം. അല്ല, അത്രേ എല്ലാ ഉള്ളൂ. ഫിലിമിനായാലും നെഗറ്റീവും പോസിറ്റീവും വേണം, എന്നാലേ സിനിമ ഓപ്പോസിറ്റ് ഇറങ്ങുന്ന ഫിലിംസ് വലിയ പടങ്ങളാണ്, ഭയങ്കര ആർട്ടിസ്റ്റ് പടങ്ങളാണ്, വലിയ പോഷൻ കമ്പനി പടങ്ങളാണ്. അവരുടെ PR വേണ്ടി ഇത് അടിച്ചതാക്കായിരുന്നത്, വേറെ ഒന്നും പറയാനില്ല. ഉള്ള കാര്യം പറയുന്നത് നമുക്കൊരു പറയാം. അതെന്തായാലും നമുക്കത് നേരിടാൻ വേണ്ടി തന്നെയാണ് August 7 പടം തിയേറ്ററിലെത്തും. അപ്പോഴേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ കാണാത്തൊരു ക്ലൈമാക്സ് ആ പടത്തിലുണ്ടാവും, അത് ഗ്യാരണ്ടിയാണ്. എല്ലാ സിനിമ ഏറ്റെടുക്കും പോലെ ഈ സിനിമ ഏറ്റെടുക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഈ പറഞ്ഞ കണക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ഡാർക്ക്, ഇതിന്റെ പോസ്റ്റർ കാണുന്ന കരിമ്പഴം പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഒരു ഡാർക്ക് സാധനമാണ് പ്രതീക്ഷിക്കുന്നത്, എക്സ്ട്രീമിസിറ്റി. അത് ഇതിനകത്ത് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വയലൻസ് ആയാലും ഇതിന്റെ ഒരു ഹൈ റേഞ്ച് കോൾഡ് ബ്ലഡഡ് വയലൻസ്, ആ ഒരു തീമുണ്ടല്ലോ, അതിനകത്തൊരു പ്രണയത്തിന്റെ പെയിൻ, ആ ഒരു സംഭവങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് അതിന്റെ എല്ലാത്തിന്റെ ഒരു സാധനം കുറച്ച് നാള് ഉള്ളിൽ താങ്ങി വയ്ക്കും. അപ്പൊ ഇതുവരെയ്ക്ക് വന്നിട്ടുള്ള, ഞാൻ എല്ലാത്തിനും അടിച്ചമർത്ത് പറഞ്ഞില്ല, നമുക്ക് കാണിക്കുമ്പോൾ ചിത്രത്തിൽ വരുമ്പോൾ പല പടങ്ങളിൽ പറഞ്ഞ ഡയറക്റ്റ് ഫ്ലഷ് അത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡാർക്ക് കാണിക്കുന്നുണ്ട്. ഇത് അതിനും ഒരുപാട് മുകളിൽ, അതൊക്കെ 2 മാൾ മുകളിൽ നമ്മൾ ഇമോഷണലി ഈ സംഭവം കയറി പോയിട്ടുണ്ട്. അതാണ് എനിക്കതിനകത്ത് അത് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയണം. പ്ലസ് ഇതിന്റെ തിയേറ്ററിൽ കാണുന്ന വെച്ചാൽ 5.1 കണ്ടാൽ മാത്രമേ ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്റെ ഫുൾ സൗണ്ടും കൂടെ അതിനകത്ത് പ്രധാനം. അറിയാലോ, ഒരുപാട് സൗണ്ട് ഇല്ല. ചെറിയ പടം വിചാരിച്ച് കാണാതിരിക്കാനല്ല, കറക്റ്റ് ഒരു വലിയ പടം കാണുന്ന തന്നെ പോയി കാണാം, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും തിയേറ്ററിൽ. എന്തായാലും August 7 എല്ലാവരും നിങ്ങളുടെ ഫിലിം വന്ന് കണ്ട് അടിപൊളി ഒരു ഫിലിം ആവട്ടെ. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തീമും ക്ലൈമാക്സും ഒക്കെ ആയിക്കോട്ടെ. നന്ദി. ഓക്കെ, താങ്ക് യു.